ഹലോ ഹായ് അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളും റാഹത്തായിട്ട് പോകണം. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നാണ് എനിക്ക് അപ്ലോഡാക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മളെ നിമി ഉണ്ടായിരുന്നു. നിമി 2-3 ദിവസമായിട്ട് ഇരുന്ന് തന്നിട്ടോ. 3-4 ദിവസമൊക്കെ നിന്നിക്കണേ. പിന്നെ ഓള് ഉമ്മാനെ കൊണ്ടുപോകാൻ വന്നാട്ടെ മെയിനായിട്ട്. അപ്പം എന്താ വെച്ചാൽ അമ്മാനെ കുറേ ഇക്കണോല് പോലെ വീട്ടിലേക്ക് വിളിക്കൽ തുടങ്ങിയിട്ട് നോമ്പും അതുപോലെ നോമ്പും കാര്യം അങ്ങനെ കഴിഞ്ഞിട്ടാണ് പോണം എന്നറിഞ്ഞ് ഉമ്മ എപ്പോഴാണ് കേട്ടോ പോയത്. പിന്നെ എപ്പോൾ ഉണ്ടാകുമ്പോൾ ഉപ്പാക്ക് അങ്ങോട്ടൊന്നും പോകണം. ഇപ്പാക്ക് എങ്ങോട്ടും പോകണ ഇഷ്ടമല്ല കേട്ടോ ഇവിടുന്ന്. ഉമ്മാക്കും താല്പര്യമൊന്നുമില്ല. എന്നാലും പിന്നെ ഒരു മക്കളല്ലേ വിളിക്കുമ്പോൾ പോകാതെക്കാൻ പറ്റൂലല്ലോ. പിന്നെ കുട്ടികൾക്കൊക്കെ ഉമ്മ ചെല്ലണ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓളും ഉമ്മാനെ കൊണ്ടുപോകണം പറഞ്ഞ് 2-3 ദിവസം അതിന് വന്നിട്ട് ഇപ്പം ഇന്നലെ ഇമ്മാനെയും കൂട്ടി പോയി. എന്താ അതിൻ്റെ പേര് പറഞ്ഞാലും അറിയും. എന്നാലും നിങ്ങൾ പറയുന്ന കേട്ടക്കും പേര് പറഞ്ഞ അബുവോ മാനിയോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ആ കാക്കാക്കും എന്ത് ആർക്ക്? അപ്പോൾ നമ്മൾ നിമി വന്നപ്പോൾ നിമിക്കൊരു വയറുവേദനയും കാര്യമൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഓളയും കൊണ്ട് ഉമ്മ ഹോസ്പിറ്റലിൽ പോയിന് കേട്ടോ. പിന്നെ ഓളം വെച്ച് ഓലെ വീട്ടിൽ നിന്നും വെച്ചും വന്നീനു. അപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങണ വഴി ഉമ്മാൻ്റെ കൂടെ പഠിച്ച ഒരാളെ കണ്ടീനു. അപ്പോൾ അതാണ് നിമി പറയുന്നത്. നിമിക്ക് ഭയങ്കര രസിക്കണം. കാരണം എന്താ വെച്ചാൽ ഉമ്മാൻ്റെ കൂടെ പഠിച്ച ആളൊക്കെ ഇപ്പോൾ കാണുക പറയുമ്പോൾ ഓക്ക് എന്തോ ചെറിയ കുട്ടികളല്ലേ, ഓൾക്ക് ഭയങ്കര ഒരു അത്ഭുതം കേട്ടോ. അയാൾക്കും തന്നെ ഉമ്മാനെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം. കാരണം എന്നെ കുറേ ചെറുപ്പത്തിൽ കണ്ടല്ലേ. പിന്നെ ഇപ്പോൾ ഈ പ്രായത്തിലൊക്കെ കാണുമ്പോൾ തടിയും കുറേ ക്ഷീണിച്ചു. പിന്നെ 10-65 വയസ്സൊക്കെ ആയതല്ലേ. അപ്പം എന്താ അറിയില്ല, അയാളും പറഞ്ഞ് ഓനിക്കൊരു മാറ്റമില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ. ഉമ്മാക്കും തന്നെ കണ്ടപ്പോൾ ഉമ്മാക്കൊരു എന്തൊക്കെയൊരു പോലെ കാരണം നമ്മൾ അന്നത്തൊക്കെ കൂടെ പഠിച്ച പോലെയൊക്കെ ഇപ്പോൾ കാണുമ്പോൾ നമുക്കൊരു എന്തൊക്കെയൊരു ഇതല്ലേ. അതുപോലെ ഉമ്മാക്കും തോന്നി. അപ്പം നിമിക്ക് ഭയങ്കര രസിക്കണം. ഓളെ കോമഡിയാക്കി പറഞ്ഞ് ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് പിന്നെ ഞങ്ങൾ വോട്ടിന് പോയിട്ടോ. വോട്ട് കഴിഞ്ഞാണ്ട് ഞങ്ങളെ മൂത്താപ്പപ്പാൻ്റെ ജ്യേഷ്ഠനുണ്ട് പുളിക്കലോടി. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഉപ്പാനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് പോവാണ്. ഞാനും ഉമ്മയും മാത്രം പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ കുട്ടികളുണ്ടായപ്പോൾ ഓർക്കും പോരുന്നതാണ്. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. പിന്നെ കാക്കു ഇടക്ക് പോരുന്നുണ്ട് കേട്ടോ. കാക്കുവിന് ഇപ്പോൾ പണിയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ചായിന് പോയിട്ട്. ഞങ്ങൾ രണ്ടാളും 2 മാസമൊക്കെ കഴിക്കണം പോയിട്ട്. ഇടയ്ക്കൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പം പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഉമ്മ പിന്നെ 1-2 പ്രാവശ്യം പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ സുഖമില്ലാതെ കിടക്കുന്ന സീരിയസും കാര്യമൊന്നുമില്ല, പ്രായമായിട്ടില്ല, അസുഖമാണ്. ഞങ്ങളൊന്ന് പോയി കാണാൻ വിചാരിച്ചങ്ങാണ്ട് ഞാനും ഉമ്മയും കുട്ടികളും കൂടി പോവാണ്. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ എത്തിക്കണേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. മൂത്തമ്മാനെ കാണില്ല. മൂത്തമ്മ എവിടെയെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ തിരഞ്ഞപ്പോൾ മൂത്തമ്മാനെ വിളിക്കണം. മൂത്തമ്മ നിസ്കരിക്കേനു അങ്ങേ റൂമിൽ. അപ്പോൾ കാണാനായിട്ട് വിളിക്കണം കേട്ടോ ഉപ്പ. അങ്ങനെ കുറച്ച് സമയം ഉപ്പാനെ കണ്ട് സംസാരിച്ച് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടേനു. അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ.
പഴം അതിങ്ങനെ